ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21 അധ്യായം 33 തിരുവചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നുപോയില്ല. ഈശോയുടെ വചനങ്ങളെക്കുറിച്ച് പറയാം. ഈശോ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം സംഭവിക്കും, ഒന്നും പൊളിവാക്കല്ല എന്ന് പറയാം. സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോ ഒത്തിരി വാണിംഗ് നൽകുന്നുണ്ട്, ഒത്തിരി പ്രോമിസ് നൽകുന്നുണ്ട്, ഈശോ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം സത്യമാണെന്ന് ഈശോ പറയാം. ഈശോ ഈ വചനം സൂചിപ്പിക്കുന്നതിന് തൊട്ടുമുള്ള ഭാഗം വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലെ പീഡനത്തെക്കുറിച്ചും മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചുമാണ്. ഇതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഈശോ പറഞ്ഞു വയ്ക്കുക. ഈശോയുടെ വചനം സത്യമാണെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ സത്യവചനത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഈ വചനം സത്യമാകുമ്പോൾ ഈ സത്യം നിന്റെ ജീവിതത്തിൽ എപ്പോഴും കാണുവാനായിട്ട് കാണുവാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നിന്റെ ജീവിതം വചനാനുസൃതമാകുക. അപ്പോഴാണ് നിന്റെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകുക. ഈശോയുടെ വചനങ്ങൾക്ക് ജീവിതത്തിൽ നീ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും കൊടുക്കുന്ന പോലെ ഒരു പ്രാധാന്യമല്ല, എല്ലാറ്റിലും ഉപരിയായിട്ടുള്ള ഒരു പ്രാധാന്യം ക്രിസ്തു വചനങ്ങൾക്ക് നീ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെടത്തില്ല. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും നിന്റെ വചനത്തിനനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ ദിവസത്തിന് വേണ്ട എല്ലാ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു